നന്ദൻ നമസ്കാരം. നമസ്കാരം. നന്ദൻ, നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞു. അതെ, അതെ, നന്ദനെ അതെ. ആദ്യമായിട്ട് ആ, കാണുക. അതെ, അതെ. എനിക്കാണെങ്കിൽ നന്ദനെ കാണും ഓരോ ദിവസം ഓരോ എക്സ്പീരിയൻസാണ്. നന്ദന്റെ കൂടെ 10 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതെ. നന്ദൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ രാധാകൃഷ്ണൻ സാറുമായിട്ട് സംസാരിച്ചിരുന്നു രാവിലെ. അപ്പം ശരിക്കും പറഞ്ഞത് കേരളത്തിലെ ക്രൈസ്തവർ അല്ലെ ക്രൈസ്തവ സഭകൾ BJP-നെ തേച്ച് ഒട്ടിച്ചു ചുമരിൽ. 101% ശരിയാണ്. ഇത് ഈ ക്രൈസ്തവരുമായിട്ടുള്ള ബന്ധം BJP ഇനിയും തുടരണോ? എനിക്കതിൽ കുറച്ച് വ്യത്യസ്തമായുള്ള അഭിപ്രായമുണ്ട്. ഈ കേരളത്തിലെ ക്രൈസ്തവ സഭയും ക്രിസ്ത്യാനികളും തമ്മിൽ രണ്ടും രണ്ടാണ്. ക്രിസ്ത്യാനികളുടെ ഒരു പ്രശ്നത്തിനകത്ത് ഇടപെടുന്നവരില്ല ക്രൈസ്തവ സഭ. എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഇതാണത്. അതിനുള്ളൊരു കാരണം ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ വഖഫ് നിയമമുണ്ട്. അത് ആദ്യമായിട്ട് എന്നാ വന്നത്? 1954 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നു. ഫസ്റ്റ് അമെൻമെൻറ്റ് 1993 ഇദ്ദേഹം നരസിംഹറാവു കൊണ്ടുവന്നു. 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഒരു ഭൂമി വഖഫിൻ്റെ ആണെന്ന് പറയാനുള്ള വഖഫിന് അധികാരം കൊടുത്തത് മൻമോഹൻ സിംഗിൻ്റെ സർക്കാരാണ്. അത് കേരളത്തിൽ ബിഷപ്പ്മാർക്ക് അറിയായിരുന്നല്ലോ. ഈ കേരളത്തിൽ ഏത് ബിഷപ്പിനെ അറിയാൻ പറ്റാത്തതിനെ കുറിച്ച് കേരളത്തിൽ ആർച്ച് ബിഷപ്പ്മാർക്ക് അറിഞ്ഞൂടെ? ക്ലീമസിന് അറിഞ്ഞൂടെ? ആലഞ്ചേരിക്ക് അറിഞ്ഞൂടെ? ഇവർക്കൊക്കെ അറിയാമല്ലോ. ഇവർക്കൊക്കെ അറിയാവുന്ന സമയത്ത് വഖഫ് നിയമം കൊണ്ടുണ്ടാവുന്ന ദുരിതങ്ങളെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ ഭൂമിയെല്ലാം പോകുന്ന ആരുടെ ഭൂമിയാണ് പോകുന്നത്? പാവപ്പെട്ട സാധാരണക്കാരായ കഷ്ടപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ഭൂമിയാണ് പോവുക. ഈ ക്രിസ്ത്യാനികളും ബിഷപ്പ്മാരും തമ്മിൽ എന്താ ബന്ധം? കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് വിരുദ്ധമായ പ്രസ്ഥാനമാണ്. ക്രിസ്ത്യാനികൾ ഒരു പ്രശ്നത്തിനകത്തും ക്രൈസ്തവ സഭ ഇടപെടാറില്ല. അവരിപ്പോൾ ഇതിൽ ഇടപെട്ടിരുന്നത് മറ്റേ ഇതിനകത്ത് നമ്മുടെ വിദേശ ഫണ്ടിന്റെ പ്രശ്നത്തിനകത്ത്. എന്താ കാരണം? അച്ഛന്മാർക്ക് വരുന്ന പണമാണത്, ബിഷപ്പുമാർക്ക് വരുന്ന പണമാണ്. കേരളത്തിലെ ബിഷപ്പുമാരിൽ ഏറെ പേരും ഈ ഇത്തരത്തിൽ തട്ടിപ്പുകാരാണ്, അച്ഛന്മാർ തട്ടിപ്പുകാരാണ്. ഞാൻ അതിൻ്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഈ എന്താ ആലഞ്ചേരി മറ്റേ ഇയാളെ 28 കോടി റുപ്യ ഒന്നു എന്നാ പറഞ്ഞ് സ്ഥലം വിറ്റേൻ്റെ പണം. ആ സ്ഥലം വിറ്റേൻ്റെ പണം ഇയാളെ അക്കൗണ്ടിൽ എത്ര കാണിച്ച്? 10 കോടി കാണിച്ച്. എന്താ കാരണമുള്ളത്? ഈ ബാക്കിയുള്ള 18 കോടി ഇയാളെ കൊടുത്തതിലും കണക്കില്ല. ഈ പറയുന്ന രേഖാമൂലമായിട്ട് വരുന്ന 10 കോടി 9 കോടി റുപ്യയ്ക്ക് വാങ്ങിച്ച സ്ഥലം 10 കോടിക്ക് കൊടുത്ത് ബാക്കി 18 കോടി അടിച്ചു മാറ്റുന്ന ആളാണ് ആലഞ്ചേരി എന്ന് പറഞ്ഞ് ജോർജ് ആലഞ്ചേരി. അയക്ക് വേണ്ടിയിട്ട് എതിരായിട്ട് പ്രവർത്തിച്ച ആളാരാ? പോൾ തിലക്കാട്. എന്താണ് എതിരായിട്ട് പ്രവർത്തിക്കാൻ എന്താ കാരണം? അയക്ക് സഹായമത്രനാവാൻ പറ്റിയില്ല. അതാണ് അയാളുടെ പ്രശ്നം. അതിനുശേഷം അയാളാണല്ലോ ഇവരെ കൂടി ചേർന്നിട്ടാണല്ലോ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഉണ്ടാക്കിയത്. ബാങ്കിൻ്റെ സ്വന്തം പാസ്ബുക്ക് ഉണ്ടാക്കിയല്ലോ ബിഷപ്പിൻ്റെ പേരിൽ. ഇപ്പം ഈ പറയുന്ന ബിഷപ്പുമാർ ഏതെങ്കിലും കാര്യത്തിൽ കേരളത്തിലെ സാധാരണക്കാരൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? സാധാരണ ക്രിസ്ത്യാനിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇടപെട്ടിട്ടില്ല. അത് നമ്മൾ നല്ല എക്സാമ്പിൾ ഇവിടെ പള്ളുരുത്തിലാണെന്നുള്ള പ്രശ്നം. പള്ളുരുത്തിയിൽ അവിടെ ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ചു വരുന്ന കുട്ടിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായിരുന്നു സഭയുടെ നിലപാട്? ബിഷപ്പുമാരുടെ നിലപാട് എന്തായിരുന്നു? ഞാനിത് സാധനം നേരിട്ട് ബിഷപ്പുമാരുടെ ചിലരോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബിഷപ്പുമാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി വിരുദ്ധരാണ്. സാധാരണ ക്രിസ്ത്യാനിയുടെ ഒരു വിഷയം ബിഷപ്പിൻ്റെ വിഷയമല്ല. ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ശരിക്കും തട്ടിപ്പുകാരാണ്, പണം പറ്റുന്ന ആളുകളാണ്. ഇവർ പണം പറ്റി ഇപ്പം ഇതിന് വഖഫിന് നിയമം ഒന്ന് ആലോചിച്ച് നോക്കും. 2013 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തെക്കുറിച്ചിട്ട് ഇവിടുത്തെ ഒരു ബിഷപ്പിൻ്റെ പ്രസ്താവന കാണിക്കാൻ പറ്റുമോ? ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് വന്നിട്ടുള്ള സർക്കാർ അതിൻ്റെ ചില പടഭേദങ്ങൾ വരുത്തിയ സമയത്ത് ആ സമയത്താണ് ബിഷപ്പുമാർ അറിഞ്ഞെന്നാണ്. പക്ഷേ FCR നിയമം അങ്ങനെ ആയിരുന്നില്ലല്ലോ. ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് സർക്കാരിന് അറിയാമോ ഇത്? അത് ഈ ഞാൻ പൊതുവെ VK-ന്റെ ഒരു ചെറുകഥയുണ്ട്, ഒരു പയ്യൻസ് കഥകളുള്ള പയ്യൻസ് കഥകൾ. അതെ, വളരെ മനോഹരമാണത്. ഒരു ചെറിയ സംഭവം പറയും. ഒരു കഥ, ഒരു വർഗത്തിന്, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റീനെ പറ്റിയിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന കഥ. 65 ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ഡൽഹിയിലുള്ള ഈ കമ്മ്യൂണിറ്റി അംഗങ്ങൾ മുഴുവൻ ഉറുദു പഠിക്കാൻ തുടങ്ങി. അപ്പൊ ഈ VK ചോദിച്ചു അത്ര, എന്ത് നിങ്ങളേക്ക് എല്ലാവരും ഇങ്ങനെ ഉറുദു പഠിക്കുന്നത്? സാർ, ആഫ്റ്റർ ഓൾ ഇറ്റ് ഇസ് എ വാർ. ഇൻ കേസ് പാകിസ്ഥാൻ ഏതാവത് വിൻ പണിയാച്ച ജീവിക്കണ്ടാമ സാർ. മനസ്സിലായോ? യുദ്ധത്തിൽ പാകിസ്ഥാൻ ജയിച്ചു പോയാൽ നമ്മൾ ഉറുദു പഠിക്കേണ്ടി വരും. അത് അഡ്വാൻസ് ആയിട്ട് ഒരു പടി മുമ്പോട്ട്. അതെ, അത് ശരിക്കും കേരളത്തിലെ പഴയ കാലത്ത് ഇരിക്കുന്ന തമിഴ് ബ്രാഹ്മണരെ കുറിച്ച് പറയുന്ന പദപ്രയോഗമാണ് ഇദ്ദേഹത്തിൻ്റെത്. ഈ സാധനം വളരെ മനോഹരമായിട്ട് VK പയ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്. സമാനം തന്നെയാണ് ക്രിസ്ത്യാനികളുടെ സംഭവം. ഇപ്പം നമുക്ക് ഞാൻ ചെറിയൊരു പഴങ്കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1957 59 വിമോചന സമരം ഉണ്ടായി കേരളത്തിൽ.
ആ വിമോചന സമരം ആരുണ്ടാക്കിയതാ? അത് പള്ളിയിലെ അച്ഛന്മാരും ബിഷപ്പുമാരും മെത്രാന്മാരും കൂടി ചേർന്ന് ഉണ്ടാക്കിയതല്ലേ. അതെ, ആ ലോകത്തെമ്പാടും വിദ്യാഭ്യാസ എഴുതി. ബില്ല്, ഒരു വിദ്യാഭ്യാസ ബില്ലിന്റെ പേരിലാണ് സമരം നടന്നത്. ആ, ആ വിദ്യാഭ്യാസ ബില്ലിന് പിന്നിൽ ആരാണ്? മുണ്ടശ്ശേരി മാഷാണ്. ശരി. മുണ്ടശ്ശേരിയുടെ കൂടെയുള്ള ആരായിരുന്നു? കേരളത്തിലെ ക്രൈസ്തവ സഭ, കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടി കൊണ്ട് താല്പര്യ സംരക്ഷണാർത്ഥം എഴുതിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ബില്ലാണത്. ആ ബില്ലിന്റെ പ്രയോജനം ആർക്കാ കിട്ടുക? ആർക്കാണ് ദൂഷ്യം കിട്ടുക? ഇന്ന് കേരളം ഒരു വലിയ കടക്കണിയിലാണ്. ഒരു വർഷം കേരളത്തിന് 45,000 കോടി രൂപയുടെ കടക്കണി വരുത്തിയത് ഈ പറയുന്ന പള്ളിയിലെ അച്ഛന്മാർക്കും അമ്മമാർക്കും ഈ പറയുന്ന എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ പേരിലാണ്. കേരളത്തിന് മൊത്തം കടന്ന 71,000 കോടിയുള്ളൂ. ബാക്കി 16,000 കോടി രൂപയോ 26,000 കോടി രൂപ അല്ലാത്ത കടമുള്ളൂ. ഈ കടം വരുത്തി വെച്ചത് വിദ്യാഭ്യാസ ബില്ലാണ്. ഈ വിദ്യാഭ്യാസ ബില്ലിന് വേണ്ടിയിട്ട് മുണ്ടശ്ശേരി മാഷിന് എല്ലാ ഒത്താശ ചെയ്തു കൊടുത്ത് ക്രൈസ്തവ സഭാ നേതൃത്വമാണ്. അവരുടെ താല്പര്യ സംരക്ഷണാർത്ഥമാണ് ഈ ബില്ലുണ്ടാക്കി കൊണ്ടുവന്നത്. ബില്ലിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു വകുപ്പുണ്ട്. അത് 945 സർസിപിയുടെ ബില്ലിന്റെ തുടർച്ചയാണത്. ആ ബില്ലിൽ സർസിപി ആണ് പറഞ്ഞത്, നിയമനം ഏത് തരത്തിലാണോ ശമ്പളം സർക്കാർ കൊടുക്കുകയാണെങ്കിൽ നിയമനം സർക്കാർ വേണം എന്ന് 945 പറഞ്ഞ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ക്രൈസ്തവ സഭ പറഞ്ഞു, അന്ന് ഞങ്ങൾ 1-ാം വിമോചന സമരം നടത്തിയിട്ടുണ്ട്. 945 കേരളത്തിൽ 1-ാം വിമോചന സമരം നടത്തി ക്രൈസ്തവ സഭ. അത് തിരുവിതാംകൂറിൽ മാത്രമായിരുന്നു. ആ സമരം വിജയിച്ചില്ല. അത് സർസിപി രാമസ്വാമിയെ അടിച്ചു ഒതുക്കി കളഞ്ഞു. ഈ പള്ളിയിലച്ചന്മാരെയൊക്കെ തെരുവിൽ നേരിട്ടു. ഇവരെയൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ക്രൈസ്തവ സഭ അന്ന് അത് ഈ പള്ളിയിൽ അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കണം, പള്ളിയിൽ അമ്മമാർക്ക് ശമ്പളം കൊടുക്കണം. ഇവരെ വിദ്യാഭ്യാസം എന്താ ഉള്ളത്? ഇവരെവിടെ നിന്ന് ഇവർക്ക് ഡോക്ടറേറ്റ് ഉള്ളത്? കേരളത്തിലെ പള്ളിയിലച്ചന്മാർ ഡോക്ടറേറ്റ് ഇവരുന്ന് കാണിക്കട്ടെ. ഇവര് തിയോളജിയിലാണ് ഡോക്ടറേറ്റ്. റോമിൽ നിന്ന് കൊടുത്തിട്ടുള്ള, റോമിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊടുക്കുന്ന ഉഡായിപ്പ് ഡോക്ടറേറ്റ് ആണ് ഇവരുടെ. പള്ളിയിലെ അച്ഛന്മാരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്കൊരു പൊതുചർച്ച ആവശ്യമാണ്. അങ്ങനെയുള്ള സഭാ നേതൃത്വമാണ് കേരളത്തില് ഈ പറയുന്ന ആളുകൾ നടത്തിയിരിക്കുന്ന 1-ാം വിമോചന സമരം 945 സർസിപിക്കെതിരായിട്ട്, 2-ാം വിമോചന സമരം 1959 കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരായിട്ട് ഈ 2 സമരവും നടത്തുന്നതിന്റെ പിന്നില് ഇവരാണ്. ഞാൻ അതിന്റെ ചെറിയ ഉദാഹരണം പറഞ്ഞാല്, മുണ്ടശ്ശേരി മാഷ് മരിച്ചു. മുണ്ടശ്ശേരി മാഷിനെ എവിടെ അടക്കം ചെയ്തത്? സാധാരണ ആ കാലത്ത് മരിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇവരെ എവിടെ അടക്കം ചെയ്യുക? തെമ്മാടിക്കുഴിയിലാണല്ലോ. MP പോൾ സാറിനെ തെമ്മാടിക്കുഴിയിലാണല്ലോ അടക്കം ചെയ്തത്. ക്രൈസ്തവ സഭ ഈ സമയത്ത് ജോസഫ് മുണ്ടശ്ശേരി എവിടെയാണ്? ലൂർദ് മാതാ പള്ളിയിലാ, തൃശ്ശൂര്. എന്താ കാരണം? അദ്ദേഹം പള്ളിയുടെ സ്വന്തം ആളാ. ഈ പള്ളിയുടെ സ്വന്തം ആളായിട്ടുള്ള ആളെ കൊണ്ട് ഈ പറയുന്ന വിദ്യാഭ്യാസ ബില്ല് ഉണ്ടാക്കിച്ചത് ക്രൈസ്തവ സഭയാണ്. എനിക്ക് 2 തെളിവുകൾ അതിന് പറയാനുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു. ആ സെൻട്രൽ സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് EMS റിപ്പോർട്ട് വയ്ക്കുന്നുണ്ട്. മെയ് മാസത്തിലെ യോഗം. അതിനകത്ത് പറയുന്നുണ്ട്, വിദ്യാഭ്യാസ പരിഷ്കരണം ഞങ്ങളുടെ സബ്ജക്റ്റിലില്ല. 1957 ജൂലൈ മാസത്തില് ദേശാഭിമാനി വാരികയിൽ ലേഖനം എഴുതി. അദ്ദേഹത്തിന്റെ പേരാണ് EM ശങ്കരൻ, C അച്യുതമേനോൻ. അല്ലാന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയട്ടെ. അതിനകത്ത് C അച്യുതമേനോൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസ പരിഷ്കരണം ഞങ്ങളുടെ അജണ്ടയിലില്ല. അങ്ങനെയുള്ള C അച്യുതമേനോനും EMSഉം പറഞ്ഞിട്ട് ഇല്ലാതിരുന്ന വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ ബില്ലാണ് മുണ്ടശ്ശേരി കൊണ്ടുവരുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സന്തതിയല്ലാതെ, ഇതൊരു അവിഹിത സന്തതിയാണ്. ഈ അവിഹിത സന്തതിയുടെ ഉപജ്ഞാതാക്കന്മാര് പള്ളിയിലെ പാതിരിമാരുടെ ഭാര്യമാരും അവരുടെ നേതാക്കന്മാരായിരിക്കുന്ന ബിഷപ്പുമാരും ജോസഫ് മുണ്ടശ്ശേരി തമ്മിൽ ചേർന്നുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അതിന്റെ പേരിൽ വിമോചന സമരം ആസൂത്രിത സമരമാണ്. ആ സമരം കഴിഞ്ഞപ്പോഴാണല്ലോ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ കൊണ്ടുവന്ന സമരമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശമ്പളം കൊടുക്കണമെന്നാണെങ്കിൽ നിയമനം ആരാ വെക്കേണ്ടത്? ഇന്ന് കൈക്കൂലി വാങ്ങിക്കുന്ന മുഴുവൻ ആരാ? ബിഷപ്പുമാരാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭ നടത്തുന്ന 7,500 പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് കൈക്കൂലി വാങ്ങിച്ചാണ് നിയമനം നടത്തുന്നത്. ഇതിൽ ബിഷപ്പുമാർക്ക് പങ്കുണ്ട്, പള്ളിയിൽ അച്ഛന്മാർക്ക് പങ്കുണ്ട്. പള്ളിയിൽ അച്ഛന്മാരെയും അമ്മമാരെയൊക്കെയാണല്ലോ വെക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞാലുണ്ട്, ഈ പള്ളിയിൽ അച്ഛന്മാർക്ക് കിട്ടുന്ന പണത്തിന്റെ എത്ര ശതമാനമാണ് പള്ളിക്ക് കൊടുക്കുന്നത്? പള്ളിയിൽ അമ്മമാർക്ക് കിട്ടുന്ന പണത്തിന്റെ 30% കട്ട് ചെയ്തിട്ട് ബാക്കി കൊടുക്കണം എന്നാ പറയുക. 70% പള്ളിക്ക് കൊടുക്കുന്നത്. പള്ളിയിൽ അച്ഛന്മാരെത്ര കൊടുക്കുന്നത്? ഇവർ ക്രൈസ്തവ സഭ വെളിപ്പെടുത്തട്ടെ വസ്തുത. ക്രൈസ്തവ സഭയുടെ പാതിരിമാര് വാങ്ങിക്കുന്ന ശമ്പളത്തിന്റെ 70% തുക സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്. അത് ഈ ക്രൈസ്തവ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വലിയ ബേസിക്കലി വ്യത്യാസമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത്
എല്ലാവരും തുല്യരാണ്, കുറച്ച് ആൾക്കാർ കൂടുതൽ തുല്യരാണെന്ന് തുല്യരാണ്. പറയും. ആ. അതേപോലെയാണ് ഈ കള്ളപ്പാതിരിമാരും ബിഷപ്പുമാരും. അവര് അവര് നടക്കണ കാറുകൾ കണ്ടിട്ടില്ലേ നന്ദൻ? ബ്യൂക്കിലും പിന്നെ ഡോഡ്ജിലും പ്ലൈമത്തിലും ആ പള്ളി യാത്ര ചെയ്തിരുന്നത്. അതിലേക്ക് അവർ ഇപ്പൊ യാത്ര ചെയ്യുക. കൊടികുത്തിയ കാറിലെ ബെൻസ് കാറിലും മറ്റേ എന്താ പറയണ BMW ഇപ്പോഴത്തെ ഈ അനോഫലീസ് ക്യൂലെക്സ് തിരുമേനിയും ഗോണക്സ് മറ്റേ എന്താ ഗ്രിഗോറിയസ് മാർ ഞാൻ ഇവരെ ഗൊളേറിയസ് തുടങ്ങിയിട്ട് ഇവരെ തിരുമേനി എന്ന് വിളിക്കുന്നത് ഞാൻ എതിരാണ്. ഇവർ തിരുമേനി, ഇവരുടെ ഏത് പിന്നെ മേനിയാ അല്ല തിരുമേനിയായിട്ടുള്ളത്? പേര് വച്ചിരിക്കണ ഇവര് അങ്ങനെ ഇവര് നമ്മൾ ചില വിളിക്കാൻ ഉടായിപ്പ് പേരുകളാണ്. ഞാനിപ്പോ പള്ളിയിൽ അച്ഛന്മാരെ കുറിച്ച് പറയാറുണ്ട്. അച്ഛന്മാരെങ്ങനെ അച്ഛനാവുക? അച്ഛൻ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താ? ഫാദർ. ഫാദർ അല്ലല്ലോ. അച്ഛൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് അങ്കിൾ എന്നാണ്. ഓക്കെ അച്ഛനാവണം ഫാദർ ആവണമെങ്കിൽ. ഓക്കെ ഇവര് അച്ഛനാണോ ഓക്കെ ഇവര്? അല്ലല്ലോ. അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പാതിരിമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകള് ഉടായിപ്പ് അച്ഛന്മാരാണ്. ഉടായിപ്പാണ്. ഞാൻ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ സത്യസന്ധമായിട്ട് അച്ഛൻ എന്നുള്ളതിന്റെ മലയാളം ക്രൈസ്തവ നാമധേയത്തിൽ അങ്കിൾ എന്നാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫാദർ എന്നല്ലേ ഉപയോഗിക്കുക. ഫാദറിന്റെ മലയാളം എന്താ? അച്ഛൻ എന്നാണ്. ശബ്ദധാരാവിൻ്റെ അടുത്ത് പരിശോധിച്ച് നോക്ക്. എന്നിട്ടാണ് ഇവർ പറയുന്നത് എഴുത്തച്ഛനല്ല ഞങ്ങളാണ് ഈ സാധനം കൊണ്ടുവന്നൊക്കെ പറഞ്ഞില്ലേ. എഴുത്തച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് ഒരു മന്ദബുദ്ധിയായിട്ടുള്ള എഴുത്തുകാരൻ കേരളത്തിൽ എഴുതി ഒരു വാരികയ്ക്കകത്ത്, ഒരു മലയാളം വാരികയില്. അതെ അതെ ആ, ഇപ്പൊ ഈ അതിനെക്കുറിച്ച് തരത്തിൽ ഡിസ്കഷൻ മന്ദബുദ്ധികൾ നടക്കുന്നുണ്ട്. തീരുമാനിക്കേണ്ടത് ക്രൈസ്തവ സഭ തീരുമാനിക്കേണ്ടത്. ക്രൈസ്തവ സഭയുടെ അച്ഛന്മാരുടെ പേര് അത് അങ്കിൾ എന്നല്ലേ വിളിക്കേണ്ടത്? ഫാദർ എന്നാണോ വിളിക്കേണ്ടത്? ഇവരെങ്ങനെ അച്ഛനാവുക? എനിക്ക് മനസ്സിലായി. ഇവർ ആരുടെ അച്ഛനാ? ഇവർക്കൊക്കെ മക്കളുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ഈ കോൺവെന്റും പിന്നെ സെമിനാരിയും തമ്മിലുള്ള ദൂരത്തിന് നടുവില് ഒരു അനാഥാലയം ഓർഫനേജ് ഉണ്ടാവും, ഉണ്ടാവും. ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ വളരണ മുഴുവൻ അതിനെക്കുറിച്ച് മനോഹരമായിട്ട് പറഞ്ഞത് ഓശാന എന്ന് പറഞ്ഞൊരു സംഗതി നടത്തിയിരുന്നു ജോസഫ് പുലിക്കുന്നേല്. ആ ജോസഫ് പുലിക്കുന്നിൽ സാറ് വളരെ മനോഹരമായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർഫനേജിനെ കുറിച്ചുള്ള ചരിത്രം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മളാരുമല്ല, ജോസഫ് പുലിക്കുന്നേല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വലിയൊരു പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളുടെ പ്രശ്നം അവർക്ക് പ്രശ്നമേ അല്ല. ഇപ്പോ നമ്മുടെ ഈ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ജോസഫ് സാറിന്റെ കൈവെട്ടി കൈവെട്ടി ഇവര് അദ്ദേഹത്തെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയല്ലേ ചെയ്തത്? പിരിച്ചുവിടുക ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകം ഏറ്റുവാങ്ങിക്കുന്ന ആൾ ഞാനായിരുന്നു. ഞാൻ ആ യോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് YMCയിൽ വെച്ച് പറഞ്ഞിരുന്നു, ഒരു കേസ് ചാർജ് ചെയ്തതിന് പോപ്പുലർ ഫ്രണ്ട് കേസിൽ 1-ാം പ്രതി, 2-ാം പ്രതി ആവേണ്ടത് കോതമംഗലം ബിഷപ്പാണ്. 2-ാം പ്രതി ആവേണ്ടത് കോതമംഗലം ബിഷപ്പ്. ഞാൻ വ്യക്തമായിട്ട് അന്ന് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വേദിയിൽ പോൾ തേലക്കാട് കൂടി ഉണ്ടായി, അച്ഛനും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞ് ഇതിനകത്ത് ക്രൈസ്തവ സഭയാണ് 2-ാം പ്രതി. കാരണം ക്രൈസ്തവ സഭയാണ് ഈ പറയുന്ന സലോമിയുടെ കേസിൽ, സലോമിയുടെ ആത്മഹത്യാ കേസിൽ 1-ാം പ്രതി സഭയാണ്. 1-ാം പ്രതിയാണ് അവര്, 2-ാം പ്രതി പോലുമല്ല. മറ്റേ കൈവെട്ട് കേസിലാണ് പോപ്പുലർ ഫ്രണ്ട് 1-ാം പ്രതിയാവുന്നത്. ഈ പറയുന്ന ഇദ്ദേഹത്തെ പിരിച്ചുവിടുക, സാമ്പത്തികമായിട്ട് പരാധീനതയിലാക്കുക, ആ കുടുംബത്തെ നശിപ്പിച്ചു കളഞ്ഞത് ക്രൈസ്തവ സഭാ നേതൃത്വമാണ്. ഇവര് ക്രിസ്ത്യാനികളുടെ കൂടെയല്ല. ഇവര് കൂടെ നിൽക്കുന്നത് പണത്തിന്റെ കൂടെയാണ്. ഇവർ കൂടെ നിൽക്കുക. ഇപ്പൊ ഇലക്ഷനകത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ പുതിയ ചില ആളുകൾക്ക് പറഞ്ഞു എന്താണ് FCA ഈ മറ്റേ വിദേശ ഫണ്ടിന്റെ ആ നിയമം കൊണ്ടതിന്റെ പേരിലാണ് ഇവർ കൂടെ നിൽക്കാത്തതെന്ന്. അത് വന്നിട്ട് ഇവർ പുതിയ വിഷയം എടുക്കും. ഞാൻ ഇവര് ഈ സഖ്യം ഉണ്ടാക്കാനായിട്ട് BJPയും ക്രൈസ്തവ സഭയും തമ്മിലുള്ള ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഇത് ഒരു കാലത്തും നന്നാവില്ല. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനികൾ ഈ ബിഷപ്പുമാരും ഈ പാതിരിമാരും ഈ കള്ളപ്പാതാണിമാരും സർവൈവ് ചെയ്യുന്ന മതപരിവർത്തനം എന്ന് പറഞ്ഞ വൻകിട ബിസിനസ്സിലൂടെയാണ്. അതെ, അവര് BJP വൻകിട ഈ മതപരിവർത്തനത്തിന് എതിരാണ്. അവര് ഇവരുമായിട്ട് സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താർത്ഥം? അവന്മാര് കാടിനെടുത്ത് പോയി വേണ്ടി വന്നാൽ അവര് നാളെ പോയിട്ട് നരേന്ദ്രമോദിനെ മതപരിവർത്തനം നടത്താൻ ഇവര് ശ്രമിക്കുക. മതപരിവർത്തനം നടത്തിയിട്ട് എന്താ ചെയ്യാന്നുള്ളത് ഞാൻ ഇവരെ കുറിച്ച് ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവർ സിറിയയിൽ മതപരിവർത്തനം നടത്തി. അവിടെ 99% ക്രിസ്ത്യാനികളായി. അവരൊന്നിച്ച് ഇവർ ജിഹാദികൾക്ക് വിൽക്കുകയാണ്. സിറിയയിൽ ഇന്നുള്ള പോപ്പുലേഷന് 98% മുസ്ലിം തീവ്രവാദികളാണ്, മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അത് പണയം വെച്ചത് ഇവിടുത്തെ സുറിയാനി സഭയുടെ കേന്ദ്രമാണല്ലോ അത്. ആ സഭാമതയുടെ ഹെഡായിട്ടുള്ള ആൾക്ക് ഇതിൽ പങ്കില്ലേ ഈ വിൽപ്പനയിൽ? അത് വിറ്റതാണ് ഇവര് വിറ്റ് പണം വാങ്ങിക്കുകയാണ്. സാധാരണ ക്രിസ്ത്യാനികളെ മുസ്ലിമായിട്ട് ജിഹാദികൾക്ക് വിൽക്കുന്നത് ഈ പറയുന്ന സഭാ നേതൃത്വമാണ്. ഇവർ പല സ്ഥലത്തും ഇവർ വിറ്റിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ജോർദാനിൽ എവിടെയും കണ്ടൊക്കെ അതുപോലെ ഇല്ലേ? സിറിയയിൽ പൂർണ്ണമായിട്ട് വിറ്റില്ലേ? മിഡിൽ ഈസ്റ്റ് ഇവർ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ? ഇവർ വിൽപ്പനയാണ് നടക്കുന്നത്. ഇവരെ സംബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ അനുചരന്മാരുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇവരുടെ ഉദ്ദേശം പ്രധാനമായിട്ട് തീവ്രവാദികൾക്ക് ആളുകളെ വിൽക്കുന്ന പണിയാണ് സഭാ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിക്ക് ഗുണകരമല്ല. ഇവർ ക്രിസ്ത്യാനികൾക്കെതിരാണ്.
നമ്മൾ, എൻ്റെ അഭിപ്രായമുള്ളത്, BJP ആണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും സഭാ നേതൃത്വത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം ക്രിസ്ത്യാനികളുമായിട്ട് സംസാരിക്കണം. ക്രിസ്ത്യാനികൾ 90% വരുന്ന ആളുകൾ സത്യസന്ധരാണ്, നല്ലവരാണ്, നേർവഴിക്ക് നടക്കുന്നവരാണ്, വിഷയങ്ങൾ പഠിക്കുന്നവരാണ്, ആത്മാർത്ഥതയുള്ളവരാണ്. അവരുമായിട്ടാണ് ബന്ധമുണ്ടാക്കേണ്ടത്. മറിച്ച് സഭാ നേതൃത്വമായിട്ടില്ല. സഭാ നേതൃത്വത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം കാപട്യമാണ്. ഈ കാപട്യത്തിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം രാഷ്ട്രീയ നേതൃത്വങ്ങൾ തുടർന്നു വരേണ്ടത് സാധാരണക്കാരായിരിക്കുന്ന ആളുകളുടെ പിന്നാലെ പോകുന്നതാണ്. ആ പോകുന്നതായിരിക്കും ഏത് പ്രസ്ഥാനത്തിൻ്റെയും ഇനിയുള്ള നാളുകളിലേക്കുള്ളവരെ ഗുണപരമായിട്ട് മാറ്റം അങ്ങനെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദൻ, ഈ ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുന്ന ബൈബിൾ അതെ വചനമുണ്ടല്ലോ. അതെ അതനുസരിച്ചിട്ടാണ് ഈ ക്ലിമിസിനെയൊക്കെ പന പോലെ വളർത്തിക്കൊണ്ട് വരിക. അയാളൊക്കെ ഇങ്ങനെ മൂത്തിരിക്കുക. അയാളുടെ മുഖത്ത് കണ്ടിട്ടില്ലേ ഹിന്ദുക്കളോടുള്ള വെറുപ്പ്? അയാൾ എപ്പോഴെങ്കിലും ചിരിക്കണ കണ്ടിട്ടുണ്ടോ? അത് ഹിന്ദുക്കളോട് വെറുപ്പ് മാത്രമല്ല കേട്ടോ, പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് പ്രശ്നം. ക്ലിമിസിന് പൈസയോട് ആർത്തിയാണ് ഇവർക്ക് അല്ലേ? എല്ലാവർക്കും പണത്തോടുള്ള ആർത്തിയാണ്. ഓ, ഞാൻ ഇന്ത്യയിലെ ബിഷപ്പ്മാരെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. പണത്തോട് ആർത്തി ഇല്ലാത്ത ബിഷപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ എന്നോട്, ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. പണത്തിനോട് മാത്രമാണ് ഇവർക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത്. പണമാണ് ഇവർ നയിക്കുന്നത്. അല്ലാതെ കണ്ട് സാധാരണ ക്രിസ്ത്യാനി ഇവരുടെ വിഷയമല്ലപ്പാ. പിന്നെ അത് മാത്രമല്ല, അവന്മാരുടെ കയ്യിലില്ലാത്ത ഉടായ്പ പരിപാടികൾ വേറെ ഒന്നുമില്ല. പണ്ട് മറിയക്കുട്ടി കൊലക്കേസിൽ ബെനഡിക്റ്റ് ഓണംകുളം അയാളെ ഈ പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നില്ലേ അതെ, കേസ്? അതിന്റെ പിന്നിലേക്ക് വേറെ ചരിത്രം കുറേ ഉണ്ട്. അത് പിന്നെ നമ്മൾ രണ്ടാമത് പറയേണ്ട വിഷയമാണ്. മറിയക്കുട്ടി കൊലക്കേസ് തന്നെ ഒരു വിഷയമാക്കേണ്ടതാണ്. മറ്റേ ജസ്റ്റിസ് PT രാമൻ നായർ അടക്കമുള്ള ആളുകൾ കോടതി വിധി പറഞ്ഞതിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. അത് പിന്നെ നമുക്ക് വേറെ വിഷയം വേണ്ടി എടുക്കാം. ഏതായാലും ഒരു കാര്യമുണ്ട്, BJP അവരുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ വളരെയധികം കോഷ്യസ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇവർ ഈ ക്രിസ്ത്യാനികൾ BJPനെ വരെ വിൽക്കും. ക്രിസ്ത്യാനികൾ വിൽക്കില്ല, രാജീവ് ചന്ദ്രശേഖരനെ വരെ മതം മാറ്റി കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം ക്രിസ്ത്യാനികൾ വിൽക്കില്ല, ക്രൈസ്തവ സഭാ നേതൃത്വം വിൽക്കും. ആ. ക്രിസ്ത്യാനികൾ നിരപരാധികളാണ് ഇക്കാര്യത്തിൽ. എൻ്റെ പേഴ്സണൽ റിക്വസ്റ്റ്, ക്രിസ്ത്യാനികളുടെ അടുത്തേക്ക് പോകൂ, ക്രിസ്ത്യാനികളുമായിട്ട് സംസാരിക്കൂ, അവർ വരട്ടെ കൂടെ. സഭാ നേതൃത്വം ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുമോ BJP നേതൃത്വം? അങ്ങനെ ചെയ്താൽ അവർ രക്ഷപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടില്ല.